ശിവയ്ക്കും പാറുവിനും പിന്നീട് നിന്ന് തിരിയാൻ സമയം കിട്ടിയില്ല. ഗീതയുടെ വീട്ടിലും രാജന്റെ വീട്ടിലും എല്ലാമായി വിരുന്നോട് വിരുന്ന്. പോരാത്തതിന് അവളുടെ അച്ഛൻ വീട്ടിലും അമ്മ വീട്ടിലും. തിന്ന് ഇപ്പൊ വെയിറ്റ് കൂടിയോ എന്നൊരു സംശയം. നാളെ അവർ രണ്ടുപേരും പാറുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ശ്രീ ശിവ സ്റ്റെയറിന്റെ അവിടെ നിന്നും താഴേക്ക് നോക്കി പാറുവിനെ വിളിച്ചു. ദാ വരുന്നു. പാറു അവന് മറുപടിയും കൊടുത്തു. കെട്ടിബോധിച്ചു. അവളുടെ മറുപടി വന്നപ്പോ അവൻ മുറിയിലേക്ക് പോയി ഫോണിൽ കുത്തിയിരിക്കാൻ തുടങ്ങി. എന്താ ഏട്ടാ വിളിച്ചേ? മുറിയിലേക്ക് കയറിക്കൊണ്ട് പാറു അവനോട് ചോദിച്ചു. അവൻ അവളെ നോക്കി. അവളുടെ കയ്യിൽ പാത്രത്തിൽ ഓറഞ്ച് പൊളിച്ച് ഓരോ അല്ലികളായി വെച്ചിട്ടുണ്ട്. നീ ആ വാതിലടച്ചിട്ടിങ്ങ് വാ, അവൻ പാറുവിനോട് പറഞ്ഞു. പാറു വാതിലടച്ച് അവന്റെ അടുത്ത് ചെന്നിരുന്നു. ശിവ അവളെ തന്നെ നോക്കിയിരുന്നു. എന്താ? അവന്റെ നോട്ടം കണ്ട് പാറു പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. നീ എപ്പോ പോയതാ താഴേക്ക്? ഞാൻ ഇവിടെ തനിച്ചാണെന്ന് അറിയില്ലേ? കുഞ്ഞു കുട്ടികളുടെ പോലെ മുഖം വീർപ്പിച്ചവൻ പരിഭവം പറഞ്ഞപ്പോ പാറുവിന് ചിരി പൊട്ടി. തൃക്കണ്ണ് തുറക്കുന്ന ശിവന്റെ കുട്ടിത്തം നിറഞ്ഞ ഭാവം കാണാനും നല്ല ചേലായിരുന്നു. അച്ചോ, എന്റെ കുഞ്ഞിന് പരിഭവമാണോ? പാറു അവന്റെ താടി പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. ആ പൊടി, താടിയിൽ ഒഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ ഒരു ഓറഞ്ച് പൊളിച്ചു കൊണ്ടുവരാൻ പോയതല്ലേ ചെക്ക. അപ്പൊ കുറച്ചു നേരം അമ്മയുടെ കൂടെ ഇരുന്നു, അതല്ലേ വരാൻ വൈകി. അവന്റെ വായിലേക്ക് ഒരു ഓറഞ്ചല്ലി വെച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ശിവ അവളുടെ വായിലേക്ക് ഓറഞ്ച് വെക്കുന്നതിനനുസരിച്ച് അവന്റെ ഇടങ്കൈ അവളുടെ ടോപ്പിന്റെ ഇടയിലൂടെ അവളുടെ ആലിലവായ തലോടാൻ തുടങ്ങിയിരുന്നു. ദേട്ടാ അടങ്ങിയിരുന്നേ. പാറു അവന്റെ കൈ പിടിച്ചുകൊണ്ട് അവനെ കണ്ണുരുട്ടി. അവൻ ചുണ്ടുകൊട്ടി മുഖം വെട്ടിച്ചു. അവന്റെ മുഖം കണ്ടപ്പോ പാറു ചിരിച്ചു പോയി. പാറു ഓറഞ്ചിട്ട പ്ലേറ്റ് അവളുടെ മടിയിൽ നിന്നും മാറ്റിവെച്ചു. അവന്റെ അടുത്തേക്ക് കൂടുതൽ ചേർന്ന് അവന്റെ മടിയിൽ കയറിയിരുന്ന് കഴുത്തിലൂടെ കൈകൾ കോർത്ത് പിടിച്ചു. ശിവയുടെ ചുണ്ടിൽ പുഞ്ചിരി മിന്നിയെങ്കിലും അവൾ കാണാതെ മറച്ചു പിടിച്ചു. പാറു അവന്റെ മുഖം തിരിച്ച് അവളുടെ മുഖത്തിന് നേരെയാക്കി. ശിവയുടെ മുഖം അപ്പോഴും ഒരു കൊട്ടയ്ക്കുണ്ട്, ഒരുമാതിരി കോലുമിട്ടായി കിട്ടാത്ത കുഞ്ഞുങ്ങളെ പോലെ. പാറു അവളുടെ മുഖം അവന്റെ മുഖത്തേക്ക് അടുപ്പിച്ചു. അവളുടെ ചുടുനിശ്വാസം അവന്റെ മുഖത്ത് തട്ടുമ്പോൾ അവന്റെ കൈകൾ അവൻ പോലും അറിയാതെ അവളുടെ ടോപ്പിനുള്ളിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിൽ പതിഞ്ഞു. പാറു അവന്റെ ഇരു കണ്ണിലും ചുംബിച്ചുകൊണ്ട് അവനെ നോക്കി. അവന്റെ ചുണ്ടിന്റെ കോണിൽ വിരിഞ്ഞ പുഞ്ചിരി അവളുടെ ചുണ്ടിലേക്കും വ്യാപിച്ചു. ഏട്ടാ, പതിഞ്ഞ സ്വരത്തെ പാറു അവനെ വിളിച്ചു. അവൻ അവളെ നോക്കി മൂളി. ഞാനൊരു കൂട്ടം കാണിച്ചു തരട്ടെ? ഞാൻ എല്ലാം കണ്ടതാ. ശേ വഷളൻ, അതല്ല വേറെ. ഞാൻ കാണാത്തത് ഇനിയുണ്ടോ? ദേ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. നീ പറ. പാറു അവന്റെ മടിയിൽ നിന്ന് പിന്നിലേക്ക് ആഞ്ഞുകൊണ്ട് പ്ലേറ്റിൽ നിന്ന് ഓറഞ്ച് എടുത്തു. ഇതുകൊണ്ട് എന്ത് കാണിക്കാനാ? ശിവ അവളോട് ചോദിച്ചു. അതൊക്കെ ഉണ്ട്. പാറു അവന്റെ അടുത്തേക്ക് തന്നെ മുഖം അടുപ്പിച്ചു. അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കിയിരുന്ന അവൻ അവളുടെ കൈകളുടെ ചലനം അറിഞ്ഞില്ല. പാവം. പെട്ടെന്ന് കണ്ണിലെന്തോ നീറ്റിൽ അനുഭവപ്പെട്ടപ്പോ ശിവ രണ്ടു കണ്ണും അടച്ചു. മനസ്സിലായില്ലേ? കൊച്ചവന്റെ കണ്ണിലേക്ക് ഓറഞ്ചിന്റെ നീരാക്കി. എന്ത് പണിയാ ശ്രീനി കാണിച്ചേ? ശിവ കണ്ണ് തിരുമ്മിക്കൊണ്ട് അവളോട് ചോദിച്ചു. ഇതൊക്കെ ഒരു രസമല്ലേ ഏട്ടാ? പാറു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ആഹാ, രസാണല്ലേ, കാണിച്ചു തരാൻ. ശിവയുടെ ഭാഗത്ത് നിന്ന് ഒരാക്രമണം ഉണ്ടാവാതിരിക്കാൻ പാറു എഴുന്നേക്കാൻ നോക്കിയെങ്കിലും അവൻ വിടാതെ പിടിച്ചിരുന്നു. അവന് ബുദ്ധിയുണ്ട്. അവൻ അവളെ കൊണ്ട് മുന്നിലേക്കാഞ്ഞു. പ്ലേറ്റിൽ നിന്ന് 5-6 അല്ലി കയ്യിലെടുത്തു. ഇതെല്ലാം കൂടെ എന്റെ കണ്ണിലാക്കി നന്നായി നീറ്റിലെടുക്കുക ഏട്ടാ, പാറു അവനോട് ദയനീയമായി പറഞ്ഞു. പാറു കണ്ണുകൾ ഇറുകി പൂട്ടിയിരുന്നു. അത് കണ്ട ശിവ ചിരിച്ചു. ശിവ അവളുടെ പിൻകഴുത്തിലും മുടിയിലുമായി പിടിച്ച് തല കുറച്ച് പുറകോട്ട് ചരിച്ചു. പാറു അപ്പോഴും കണ്ണുകൾ തുറന്നിരുന്നില്ല. അവന്റെ കഴുത്തിൽ ചുറ്റിയ അവളുടെ കൈകൾ പതിയെ അയഞ്ഞു. അവന്റെ തോളിലൂടെ ഉരസി ടീഷർട്ടിൽ പിടിമുറുക്കി. ശിവ ഓറഞ്ച് കയ്യിലെടുത്തുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ഓറഞ്ച് നീര് ഇറ്റിച്ചുകൊണ്ടിരുന്നു. അതവളുടെ ചുണ്ടിലൂടെ താടിയിലൂടെ കഴുത്തിലേക്ക് ഒലിച്ചിറങ്ങി. ശിവ അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവന്റെ ചുണ്ടുകൊണ്ടും നാവുകൊണ്ടും അവളുടെ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന ഓറഞ്ച് ജ്യൂസ് ഒപ്പിയെടുക്കുമ്പോൾ പാറുവിന്റെ ചെന്നിയിലൂടെ വിയർപ്പ് കണകൾ പൊടിഞ്ഞുകൊണ്ടിരുന്നു. ശിവയുടെ ദന്തങ്ങൾ അവളുടെ കഴുത്തിലെ നീലഞ്ചരമ്പിൽ പതിഞ്ഞപ്പോൾ അവൾ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അവന്റെ ടീഷർട്ടിനെ ചുഴറ്റി പിടിച്ചു. കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന ജ്യൂസിന്റെ ഉറവിടം തേടി അവന്റെ അധരങ്ങളും നാവുകളും മുകളിലേക്ക് തഴുകി പോകുമ്പോൾ അവളുടെ രോമരാജികൾ എഴുന്നേറ്റ് നിന്നു. അവളുടെ അധരങ്ങളിൽ അവന്റെ നാവുകൊണ്ട് തഴുകിയപ്പോൾ പാറു അവന്റെ മടിയിൽ നിന്ന് ഉയർന്നു പൊങ്ങി. ഒരാവേശത്തോടെ അവളുടെ അധരങ്ങളെ അവൻ നുണയുമ്പോൾ അവളുടെ കൈകൾ ഒരാശ്രയത്തിനെന്നോണം അവന്റെ പുറത്ത് അലഞ്ഞു നടന്നു. പരസ്പരം മത്സരിച്ച് ചുംബിക്കുമ്പോൾ ചുറ്റുമുള്ളതൊന്നും അവരറിയുന്നുണ്ടായിരുന്നില്ല. ഭ്രാന്തമായി അവരാ ചുംബനത്തിൽ ലയിച്ചു ചേർന്നു. വീണ്ടും വീണ്ടും അവളുടെ അധരങ്ങളെ അവന്റെ അധരങ്ങൾ തേടിപ്പോകുമ്പോഴും നാവുകൾ തമ്മിലുള്ള ചുംബനം അവരെ വികാരത്തിന്റെ മറ്റൊരു തലത്തിൽ എത്തിച്ചിരുന്നു.
തളർന്നുകൊണ്ട് പാറു അവന്റെ മാറിലേക്ക് ചായുമ്പോൾ അവളുടെ സാമീപ്യം പോലും അവന്റെ സിരകളെ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരുന്നു. കിതപ്പടങ്ങുവാൻ വേണ്ടി പാറുവിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടവൻ കട്ടിലേക്ക് ചാഞ്ഞിരുന്നു. ശ്രീ, നീ വിളിച്ചു പറഞ്ഞിട്ടില്ലേ നമ്മൾ വരുമെന്ന്? രാവിലെ പാറുവിന്റെ വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണവർ. പാറു വിളിച്ചു പറഞ്ഞെങ്കിലും അവൻ വീണ്ടും വീണ്ടും അത് ഉറപ്പിക്കുവാണ്. പൊട്ട് കിട്ടില്ലെന്ന പേടിയാണോ എന്തോ ഇനി. പറഞ്ഞിട്ടുണ്ട് ഏട്ടാ. പാറു ചിരിച്ചുകൊണ്ട് അവനുള്ള മറുപടി കൊടുത്തു. അവളുടെ വീട്ടിലേക്ക് പോകുന്നത് പ്രമാണിച്ച് ഇന്നലെ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പോയിട്ട് വരാം അമ്മേ. അച്ഛാ, പോയിട്ട് വരാം. വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ പാറു ഗീതയോട് രാജനോട് യാത്ര പറഞ്ഞു. പോയി 2 ദിവസം അടിച്ചു പൊളിച്ചു വാ. ഗീത അവളുടെ നെറുകയെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും നിങ്ങൾക്ക് കൂടെ വരാമായിരുന്നു. പാറു അവളുടെ പരിഭവം മറച്ചു വെച്ചില്ല. അടുത്ത തവണ പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം. ഇപ്പൊ നിങ്ങൾ പോയിട്ട് വാ, രാജനും അവളോട് പറഞ്ഞു. അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. 2 പേർക്കും ഒരു ഉമ്മയും കൊടുത്ത് കാറിലേക്ക് കയറി. ശിവ നോക്കിക്കാണുകയായിരുന്നു അവരുടെ സ്നേഹം. അവൾ ഒരിക്കലും മരുമകളായിട്ടല്ല ഈ വീടിന്റെ പടി ചവിട്ടിയത്, മകളായിട്ടായിരുന്നു എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരുന്നു. പാറുവിന്റെ വീട്ടിലെത്തിയ അവരെ കാത്ത് എല്ലാവരും പുറത്തുണ്ടായിരുന്നു. അവളെ കാണുമ്പോഴേക്കും എല്ലാവരും അവളെ വന്ന് കെട്ടിപ്പിടിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് കൊച്ചിറങ്ങിയത്. അവളുടെ പ്രതീക്ഷകളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് എല്ലാവരും ശിവയുടെ അടുത്തേക്ക് ചെന്ന് അവനെ പൊതിഞ്ഞു. പാവം പ്ലിങ്ങിപ്പോയി. ശിവയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പാറുവിനെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പൊട്ടും, അത്രയ്ക്ക് വീർത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കും എന്ന് കരുതി അവൾ കുറച്ചു നേരം കൂടി പുറത്തു നിന്നു. ആരും നോക്കിയില്ല. അവളെ ശ്രദ്ധിക്കാതെ വീണ്ടും ശിവയോട് സംസാരിക്കുന്ന കണ്ടപ്പോ അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു നോവുണർന്നു. കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയപ്പോ അവൾ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. പാറുവിന്റെ മുഖത്തെ കുശുമ്പ് കാണാൻ വേണ്ടി അവരെല്ലാവരും ഒരിക്കൽ കൂടി അവളെ നോക്കിയപ്പോ അവളുടെ പൊടി പോലും കാണാനില്ല. അവളെവിടെ പോയി? ചിത്തു എല്ലാവരോടും ചോദിച്ചു. അകത്തേക്ക് കയറിയിട്ടുണ്ട്. പ്രിയ മറുപടി പറഞ്ഞപ്പോ എല്ലാവരും പുഞ്ചിരിച്ചു. ചിത്തു ശിവയുടെ തോളിലൂടെ കൈയിട്ട് അവനെയും കൊണ്ട് അകത്തേക്ക് കയറി. അകത്ത് കയറിയപ്പോഴും പാറുവിനെ കണ്ടില്ല. അടുക്കളയിൽ നിന്ന് ശബ്ദം കേട്ടപ്പോ എല്ലാവരും ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. അവരുടെ കൂടെ ശിവയും. അടുക്കളവാതിൽ നിന്ന് നോക്കിയപ്പോ പാറു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. പാറുട്ടാ. തേനും പാലും ചേർത്ത് ചിത്തു അവളെ വിളിച്ചു. അവള് മൈൻഡ് ചെയ്തില്ല. ഇങ്ങോട്ട് ചൊറിഞ്ഞ അങ്ങോട്ട് കയറി മാന്തില്ലേ. പിന്നെ പാറു വലിയ ആള്, ഡോസ് കൂടും. ചീക്കുട്ടി. സച്ചി അവളെ വിളിച്ചു. നോ മൈൻഡ്. പാറു ജ്യൂസ് എടുത്ത് തിരിഞ്ഞു. അവൾ എല്ലാവരെയും നോക്കി. ഇങ്ങോട്ട് വന്നപ്പോ ആരും നോക്കിയില്ലല്ലോ. ഇനി കുറച്ചു നേരം പന്ത് അവളുടെ കോർട്ടിൽ. അടിയാവാതിരുന്നാ മതിയായിരുന്നു. എന്നായിട്ടാ ജ്യൂസ്? ശിവയുടെ നേർക്ക് ജ്യൂസ് നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. ആരെയും നോക്കിയില്ല. നീ കുടിച്ചോ? എനിക്ക് വേണ്ട, ഏട്ടൻ കുടിച്ചോ. ഞാൻ ബാഗൊക്കെ മുറിയിൽ വെക്കട്ടെ. ശിവയോട് മാത്രം സംസാരിച്ചുകൊണ്ട് അവൾ ബാഗ് എടുത്ത് സ്റ്റെപ്പ് കയറി. അവളോട് എത്ര തമാശ കാണിച്ചാലും അവളുടെ ചെറിയ അവഗണന പോലും വീട്ടുകാർക്ക് സഹിക്കില്ലായിരുന്നു. തമാശക്കാണെങ്കിൽ പോലും. ആരെയും നോക്കാതെ അവൾ മുറിയിലേക്ക് പോയപ്പോൾ അവർക്കെല്ലാം സങ്കടമായി. നന്ദു. ചിത്തുവും സച്ചിയും ഒരുമിച്ച് അവനെ വിളിച്ചു. എന്നെ വിളിക്കണ്ട, നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇവിടുന്ന് ഷോ ഇറക്കിയിട്ടല്ലേ. പൊന്നാളിയാ. ശിവ ജ്യൂസ് ഗ്ലാസ് കയ്യിൽ വെച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ ചിത്തുവും സച്ചിയും അവന്റെ പിറകെ വെച്ചു പിടിച്ചു. അവർ മുറിയിൽ ചെല്ലുമ്പോൾ പാറു ഫ്രഷായി ഇറങ്ങി വരികയായിരുന്നു. ശിവയുടെ കൂടെ ജിത്തുവിനെയും സച്ചിയെയും കണ്ട് അവൾ ചുണ്ടുകൊട്ടിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. അവളുടെ പോക്ക് കണ്ട് ശിവ ചിരിയോടെ ഫ്രഷ് ആവാൻ കയറി. പാറു മോളെ. അവളുടെ അപ്പുറവും ഇപ്പുറവും നിന്ന് ജിത്തുവും സച്ചിയും വിളിച്ചു. പാറു അവരെ നോക്കാതെ മുന്നോട്ട് തന്നെ നോക്കിയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ജിത്തുവും സച്ചി അവളെ ഇക്കിളിയാക്കി. പാറു പൊട്ടിച്ചിരിച്ചു. സോറിടാ, ഞങ്ങൾ കളിയായി ചെയ്തതല്ലേ. ആണോ? അതെ. അവരുടെ നിഷ്കളങ്കമായ നോട്ടം കണ്ടപ്പോ പാറു ചിരിച്ചു പോയി. പിന്നീട് അങ്ങോട്ട് പാറു വായു തോരാതെ വിശേഷം പറയുകയായിരുന്നു. 2 പേരും പുഞ്ചിരിയോടെ അവളുടെ കേൾവിക്കാരായിരുന്നു. ശിവ ഫ്രഷായി വന്നപ്പോ ജിത്തുവിനോടും സച്ചിയോടും മാതോരാതെ സംസാരിക്കുന്ന പാറുവിനെയാണ് കണ്ടത്. ശിവ പുഞ്ചിരിയോടെ അവളുടെ അടുത്ത് പോയിരുന്നു. അവൾ അവന്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് വീണ്ടും കലപില പറഞ്ഞുകൊണ്ടിരുന്നു. പാറൂസേ. ശിവയുടെ കൂടെ താഴേക്ക് ചെന്ന അവളെ ദൈവം വിളിച്ചു. എന്തേ, മരുമോനെ കണ്ട് മടുത്തപ്പോഴാണോ മോളെ കണ്ടത്? ചുണ്ടും കണ്ണും കൂർപ്പിച്ചുകൊണ്ട് പാറു അവരെ നോക്കി ചോദിച്ചു. അവളുടെ നിൽപ്പ് കണ്ടിട്ട് ശിവയ്ക്ക് ചിരിയാണ് വന്നത്. ചിരിച്ച പണിയാവൂ എന്നുള്ളത് കൊണ്ട് അവൻ മിണ്ടാതെ നിന്നു. ജിത്തുവും സച്ചിയും പിന്നെ ആദ്യമേ സമാധാന സന്ധ്യയിൽ ഒപ്പുവെച്ചതുകൊണ്ട് എക്സ്പ്രഷൻ ഇട്ട് മരിക്കുവാണ്. ഞങ്ങൾ നിന്നെ കുശുമ്പ് കയറ്റാൻ വേണ്ടി ചെയ്തതല്ലേ. അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പപ്പ പറഞ്ഞു. ആണോ? അതെ, ഞാൻ സീരിയസ് ആയിട്ടാണ്. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. എന്നെ കാണുമ്പോ വരും, കെട്ടിപ്പിടിക്കും എന്നൊക്കെയായിരുന്നു. എല്ലാം പോയി. അല്ലേലും പെൺമക്കളെ കെട്ടിച്ചുവിട്ട സ്നേഹം കുറയെന്ന് ഇപ്പൊ മനസ്സിലായി. അവരെ ഒളി കണ്ടിട്ട് നോക്കി ഭാവങ്ങളൊക്കെ വാരി വിതറി അവള് പറഞ്ഞു. ഏക്കുന്നുണ്ട്. ശിവയാണ് ഇവളിത് എന്ത് തേങ്ങയാ പറയുന്നത് എന്ന് നോക്കി നിൽക്കുന്നു. സച്ചിയും ചിത്തും വാരി വിതറിയ എക്സ്പ്രഷൻ ഇല്ല എങ്ങോട്ടോ ഓടിപ്പോയി. അവൾ
അവൾ അവരെ നോക്കാതെ കടന്നു പോകാൻ തുനിഞ്ഞപ്പോ ദേവി അവളെ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ കുട്ടിക്ക് വിഷമാവുമെന്ന് അറിയില്ലായിരുന്നു. നിന്റെ കുശുമ്പ് കാണാൻ ചെയ്തതാണ് മോളെ. നീ പിണങ്ങി നടക്കലേ. എന്താടാ, നിന്റെ കുസൃതിയൊക്കെ കാണാനുള്ള കൊതി കൊണ്ട് ചെയ്തതല്ലേ, അല്ലാണ്ട് നിന്നോട് സ്നേഹമില്ലാതിരിക്കുമോ? പിന്നെ നിന്നെപ്പോലെ തന്നെയല്ലേ ഞങ്ങൾക്ക് നന്ദു. പാറുവിന് സങ്കടമായെന്ന് കരുതി ദേവി അവളോട് കാര്യമായിട്ട് പറയുകയാണ്. അവളാണെ പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചു നിൽക്കുന്നു. ശിവ അവളോട് മതിയടി എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. അയ്യോ അമ്മേ. ദേവിയുടെ തോളിൽ കിടന്ന് പാറു ചിരിയോട് ചിരി. അവളുടെ ചിരി കണ്ടപ്പോ ബാക്കിയുള്ളവർക്ക് സമാധാനായി. എന്റെ അമ്മേ, നിങ്ങൾ എന്നെ കളിപ്പിച്ചപ്പോ ഞാനും നിങ്ങളെ കളിപ്പിച്ചു, അത്രേ ഉള്ളൂ. പൊടി, മനുഷ്യനെ പേടിപ്പിക്കാൻ. ദേവി അവളുടെ തലയെ കൊട്ടിക്കൊണ്ട് പറഞ്ഞു. പാറു ചിരിച്ചുകൊണ്ട് ദേവിയെ കെട്ടിപ്പിടിച്ചു. അവൾ വീണ്ടും അച്ഛന്റെയും അമ്മയുടെയും ചെല്ലക്കുട്ടിയായി മാറിയിരുന്നു. അവളുടെ പാത്തുമോളെയും തുമ്പിമോളെയും കളിപ്പിച്ചും ഏട്ടന്മാരോട് കുറുമ്പ് കൂടിയും അവൾ പഴയ പാറുവായി മാറി. നിറഞ്ഞ പ്രണയത്തോടെയും വാത്സല്യത്തോടെയും ചുണ്ടിൽ വിരിഞ്ഞ മനോഹരമായ പുഞ്ചിരിയോടെ ശിവ അവളെ തന്നെ നോക്കിയിരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ശിവ മുറിയിലേക്ക് പോയി. പാറു താഴെ അമ്മയോടും അമ്മയോടും വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവളെ വിളിക്കാൻ അവന് തോന്നിയില്ല. അവൻ മുറിയിലേക്ക് കയറി ചുറ്റും കണ്ണോടിച്ചു. അവളുടെ ചെറുപ്പത്തിലെ ഫോട്ടോ മുതൽ കല്യാണ ഫോട്ടോ വരെ ചുമരിലുണ്ടായിരുന്നു. അവൻ പുഞ്ചിരിയോടെ ആ ഫോട്ടോയിലൂടെ എല്ലാം തഴുകി. അവൻ ബെഡിലേക്ക് കിടന്ന് എപ്പോഴോ മയങ്ങിപ്പോയി. അപ്പോഴും അവന്റെ ഉള്ളിൽ അവന്റെ ശ്രീ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പാറു മുറിയിലേക്ക് വന്നപ്പോ ശിവ ഉറങ്ങുകയായിരുന്നു. അവൾ അവനെ നോക്കിക്കൊണ്ട് മറ്റൊരു മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. കുറച്ചു സമയത്തിന് ശേഷം പുറത്തിറങ്ങി അവളുടെ കൈ പറ്റിപ്പിടിച്ച കളർ കഴുകിക്കളഞ്ഞു. ശാന്തമായി ഉറങ്ങുന്ന ശിവയുടെ അടുത്ത് ചെന്നിരുന്ന് അവന്റെ മുടിയെല്ലാം മാടിയൊതുക്കി നെറ്റിയെ നനുത്ത ചുംബനം നൽകി. അവളുടെ അതരങ്ങളുടെ തണുപ്പറിഞ്ഞതും അവൻ ഉറക്കത്തിലും പുഞ്ചിരിച്ചു. അവളും അവന്റെ അടുത്ത് കിടന്ന് നെഞ്ചിലേക്ക് തലചായ്ച്ചു. അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. അവന്റെ ചൂട് പറ്റിക്കിടന്ന് എപ്പോഴും അവളുടെ കണ്ണുകളും അടഞ്ഞു. ഉറക്കം വിട്ട് ശിവ കണ്ണു തുറന്നപ്പോ അവന്റെ കൈക്കുള്ളിൽ കിടക്കുന്ന പാറുവിനെയാണ് കണ്ടത്. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് അമർത്തി ചുംബിച്ചു. അവൾ അവനെ ഇറുകെ പുണർന്നുകൊണ്ട് നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ശ്രീ. അവളുടെ കവളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ വിളിച്ചു. അവൾ ചിണുങ്ങിക്കൊണ്ട് മൂളി. എണീക്കുന്നില്ലേ? എന്തുറക്കമാ മോളെ? പാതിയെ അവളുടെ കവളി ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. കുറച്ചുകൂടെ ഏട്ടാ, ഇങ്ങനെ കിടക്കാൻ നല്ല സുഖാണ്. അവന്റെ നെഞ്ചി ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അപ്പോഴും അവൾ കണ്ണു തുറന്നിരുന്നില്ല. എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ കിടക്കാലോ. ഇപ്പൊ എന്റെ മോൾ എണീക്കും. നേരെ ഒരുപാടായി. ഇനിയും കിടന്ന എണീക്കുമ്പോ തലവേദന എടുക്കും. അപ്പൊ കാര്യങ്ങളൊന്നും നടക്കില്ല. അവളുടെ കാതിൽ ചുണ്ടുകൾ ചേർത്ത് അവൻ പറഞ്ഞപ്പോ അവളുടെ ചുണ്ടുകൾ അവന്റെ കഴുത്തിൽ ഗാഢമായ ചുംബനം നൽകി. അവന്റെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവനൊരു നിർവൃതിയോടെ കണ്ണടച്ചു കിടന്നു. അപ്പോഴും അവളെ അവൻ പൊതിഞ്ഞു പിടിച്ചിരുന്നു. കുറച്ചു നേരം കൂടെ രണ്ടുപേരും അങ്ങനെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് പോയി. അവളുടെയും ശിവയുടെ ഇഷ്ട പലഹാരമായ വെജ് സമോസ അമ്മയും അമ്മയും കൂടി ഉണ്ടാക്കി വെച്ചിരുന്നു. ഏട്ടന്മാർ രണ്ടും ഏട്ടത്തിമാരെ വിടാതെ പിടിച്ചിട്ടുണ്ട്. പാത്തുമോൾക്കും തുമ്പിമോൾക്കും വൈകാതെ ഒരു കൂട്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. ചായയൊക്കെ കുടിച്ച് സംസാരിച്ചിരിക്കുമ്പോഴാണ് അവരെ തേടി നിരഞ്ജന്റെ കോൾ വരുന്നത്. ദേവിയാണ് ഫോൺ എടുത്തത്. എന്തോ സന്തോഷ വാർത്തയാണെന്ന് ദേവിയുടെ മുഖം കണ്ടാൽ മനസ്സിലാകുമായിരുന്നു. അവരുടെ നിറഞ്ഞ ചിരി വിടർന്ന മുഖം അതിനുള്ള തെളിവായിരുന്നു. എന്താ അമ്മേ, എന്തിനാ രഞ്ജുവേട്ടൻ വിളിച്ചേ? ഫോൺ വെച്ച പാടെ പാറു അമ്മയോട് ചോദിച്ചു. അശ്വതിക്ക് വിശേഷമുണ്ട്, അത് പറയാൻ വിളിച്ചതാ. പ്രാർത്ഥന കേട്ടു. എത്ര കാലമായുള്ള കാത്തിരിപ്പാണ്. മമ്മ പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായിരുന്നു. അശ്വതി അമ്മയാവുകയാണ് എന്ന വാർത്ത കേട്ടപ്പോ പാറു നിലത്തൊന്നും അല്ലായിരുന്നു. അവളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം തന്നെ അവർ നിരഞ്ജന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. രാത്രി ഭക്ഷണം കഴിച്ചു പാറു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശിവയെ കണ്ടില്ല. അവനെ തേടി താഴേക്ക് ചെല്ലാൻ നിന്നപ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുന്ന അവനെ കണ്ടത്. പാറു പുഞ്ചിരിയോടെ ബാൽക്കണിയിലേക്ക് പോയി. പുറകിൽ നിന്ന് രണ്ട് കൈകൾ ചുറ്റി വരിഞ്ഞപ്പോഴാണ് ശിവ നോട്ടം മാറ്റിയത്. അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവന്റെ മുന്നിലേക്ക് നിർത്തി. പുറകെ നിന്ന് ചുറ്റിപ്പിടിച്ച് തോളി താടി വെച്ച് നിന്നു. നല്ല നക്ഷത്രങ്ങളുണ്ട് അല്ലേ ഏട്ടാ? ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പാറു അവനോട് ചോദിച്ചു. അവളുടെ കാതിൽ കടിച്ചുകൊണ്ട് അവൻ മൂളി. അവന്റെ നിശ്വാസം അവളുടെ കാതിൽ പതിഞ്ഞപ്പോ അവളുടെ കൈകൾ അവന്റെ കൈകളുടെ മേൽ പതിഞ്ഞു. കാതിൽ നിന്നും അവന്റെ അതരങ്ങൾ അവളുടെ പിൻകഴുത്തിലേക്ക് അരിച്ചിറങ്ങിയപ്പോൾ പാറു അവന്റെ കൈയിൽ നിന്നും കുതറി. അവളെ കൂടുതൽ ഇറുകെ പുണർന്നുകൊണ്ട് പിൻകഴുത്തിൽ ആഞ്ഞു ചുംബിച്ചു. അവൾ ഒരു ഏങ്ങലോടെ തിരിഞ്ഞു നിന്ന് അവനെ പുൽകി. ഈ നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി ഞാൻ എന്റെ പ്രണയം ഒരിക്കൽ കൂടെ നിന്നിലേക്ക് പകർന്നു തരട്ടെ ശ്രീ? അവളുടെ കഴുത്തിലേക്ക് വീണ്ടും മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. പാറു പതിയെ അവനിൽ നിന്നും വിട്ടുമാറി അവന്റെ കൈകൾ പിടിച്ചു. ശിവ സംശയത്തോടെ അവളെ നോക്കി. എന്നാൽ അവന് മറുപടി നൽകാതെ അവൾ അവനെയും കൊണ്ട് മുറിയിലേക്ക് കയറി. എന്താ ശ്രീ, എങ്ങോട്ടാ നീ?
അവന്റെ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് അവൾ തടഞ്ഞു. മുറിയിലെ തന്നെ മറ്റൊരു ചെറിയ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ പാറു ശിവയുടെ കൈകളിൽ നിന്നും വിട്ടു. അവന്റെ പുറകിലേക്ക് മാറി. ശിവ അവളെ തിരിഞ്ഞു നോക്കി. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അന്ന് എന്റെ പിറന്നാളിന് വന്നപ്പോ എന്നോടിത് തുറക്കാൻ പറഞ്ഞില്ലേ? പാറു അവനോട് ചോദിച്ചു. ശിവ അത് ഓർത്തെടുത്തു. അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ ഏട്ടൻ? നമ്മുടെ കല്യാണം കഴിഞ്ഞ് ആദ്യം ഇങ്ങോട്ട് വരുന്ന ദിവസം ഇത് തുറക്കുമെന്നല്ലേ? അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനോട് ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. സമയായി. അവന്റെ കവളിൽ തലോടി കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ശിവ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ചുകൊണ്ട് പൊക്കിയെടുത്തു. പാറു അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ചു. റൂമിലെ ഡോർ തുറന്ന് ശിവ അകത്തേക്ക് കയറി. മുറി മുഴുവൻ ഇരുട്ടായിരുന്നു. വാതിൽപ്പടിയിൽ നിന്നും ശിവ പാറുവിനെ നോക്കി. അവൾ കൈയെത്തിച്ച് ലൈറ്റ് ഇട്ടു. മുറിയിലേക്ക് വെളിച്ചം പരന്ന് ശിവ കണ്ണുകൾ ഇറുകെ പൂട്ടി. അവൻ കണ്ണടച്ചത് കണ്ട് പാറു പുഞ്ചിരിച്ചു. ശിവ പതിയെ കണ്ണുകൾ തുറന്നു. മുന്നിലെ കാഴ്ച കണ്ടതും അവൻ പാറുവിനെ നിലത്തിറക്കി അവളുടെ കൈകൾ കോർത്തു പിടിച്ച് മുന്നോട്ട് നടന്നു. അവന്റെ മുന്നിൽ തെളിഞ്ഞു നിന്ന ഓരോ ചിത്രങ്ങളിലൂടെ അവൻ കണ്ണോടിച്ചു. അവനെ ആദ്യമായി കണ്ടത് മുതലുള്ള ചിത്രങ്ങൾ അവൾ വരച്ചിരുന്നു. എന്റെ ശിവനായി ഞാൻ നിന്നെ പ്രതിഷ്ഠിച്ച ദിവസം. അവന്റെ കലിപ്പ് നിറഞ്ഞ മുഖമായിരുന്നു അതിൽ. അവനത് ഓർമ്മയിൽ വന്നു. കോളേജിൽ അടിയുണ്ടായ ദിവസം. അവൻ അവളെ നോക്കി. വീണ്ടും ചിത്രങ്ങളിലേക്ക് നോക്കി. ഓരോ ചിത്രവും പ്രണയം തുറന്നു പറയുന്നതിന് മുമ്പുള്ള ചിത്രങ്ങൾ. എല്ലാം ജീവൻ തുടിക്കുന്നവ. അവന്റെ കണ്ണുകൾ ഒരു ചിത്രത്തിൽ ഉടക്കി. ശ്രീ, ഇത്? അവൻ ആ ഫോട്ടോയിലേക്ക് ചൂണ്ടി അത്ഭുതത്തോടെ അവളോട് ചോദിച്ചു. എന്റെ സ്വപ്നം. ഈ സ്വപ്നം കണ്ടതിന് ശേഷമാണ് ഞാൻ എന്റെ പ്രണയം തുറന്നു പറഞ്ഞത്. ഞാനും കണ്ടിട്ടുണ്ട് ഇതേ സ്വപ്നം. പിന്നെ നിന്നെ കാണുമ്പോഴെല്ലാം എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എന്റെ താലിയും സിന്ദൂരും അണിഞ്ഞ് നീ എന്റെ മുന്നിൽ നിൽക്കുന്ന പോലെ. അവൻ ആ ഫോട്ടോയിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ ഓരോ പ്രണയ നിമിഷങ്ങളും അവൾ മുറിയിലാകെ വരച്ചു ചേർത്തിട്ടുണ്ട്. അവരുടെ കല്യാണം അടക്കം. ഇത് നീ എപ്പോ വരച്ചു? താലി കെട്ടുന്ന ചിത്രത്തിലേക്ക് നോക്കി അവൻ ചോദിച്ചു. ഉച്ചയ്ക്ക്. ഇത് വരച്ചു പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ വന്നു കിടന്നത്. ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു. അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അവൻ അവളോടുള്ള പ്രണയം കൂടിക്കൂടി വന്നു. അവളെ തന്നെ കണ്ണിമ വയ്ക്കാതെ അവൻ നോക്കി നിന്നു. പാറു അവന്റെ നേരെ തിരിഞ്ഞു നിന്ന് പെരുവിരലിൽ ഉയർന്നു പൊങ്ങി. നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി നീ എന്നിലേക്ക് അലിയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇവിടെ വെച്ച് ഈ ചിത്രങ്ങളെ സാക്ഷി നിർത്തി നീ എന്നിൽ അലിഞ്ഞു ചേരുവാനാണ്. എന്നിലേക്ക് ആവാഹിക്കണം എനിക്ക് നിന്റെ പ്രണയം മുഴുവനും. അവന്റെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ടേക്ക് മീ. വശ്യമായ നോട്ടത്തോടെ അവൾ പറഞ്ഞപ്പോൾ അവൻ പതിയെ അവളെയും കൊണ്ട് നിലത്ത് കിടന്നു. അവളെ തറയിലേക്ക് കിടത്തിക്കൊണ്ട് അവളുടെ മുകളിൽ കൈകുത്തി നിന്നു. അവളുടെ നെറ്റിയിൽ നിന്നും നാസികയിലൂടെ, അധരങ്ങളിലൂടെ, കഴുത്തിലൂടെ, മാറിലൂടെ അവന്റെ ചുവടുവിരൽ തഴുകി അവളുടെ വെളുത്ത കാൽപാദങ്ങളിലെത്തിയപ്പോൾ അവൻ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളുമായി ഉടക്കിയപ്പോൾ അവളിൽ നിന്ന് നോട്ടം മാറ്റാതെ അവളുടെ കാൽപാദങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് അവൻ ചുംബിച്ചു. പാറുവിന്റെ കൈകൾ അവളുടെ ഡ്രസ്സിൽ അമർന്നപ്പോൾ അവൻ ഇട്ടിരുന്ന ടീഷർട്ട് ഊരിയെറിഞ്ഞ് അവളിലേക്ക് അമർന്നു. അവന്റെ രോമാവൃതമായ നെഞ്ചിൽ പച്ചകുത്തിയ അവളുടെ പേര് ചുണ്ടുകൾ ചേർത്ത് നാവുകൊണ്ട് അവൾ തഴുകിയപ്പോൾ അവന്റെ കൈകൾ അവളുടെ മുടിയിൽ അമർന്നു. അവന്റെ അരയിലൂടെ കൈയിട്ട് അവനെയും കൊണ്ട് അവൾ മറിഞ്ഞപ്പോൾ അവിടെയുള്ള നിറങ്ങൾ തറയിലേക്ക് വീണ് പരന്നു. അവന്റെ മുകളിലായി അവൾ കിടന്നുകൊണ്ട് അവന്റെ കവിളിലൂടെ ചുംബിച്ചുകൊണ്ട് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. ശിവയുടെ കൈകൾ അവളുടെ ടോപ്പിനിടയിലൂടെ അവളുടെ ഇടുപ്പിൽ പതിഞ്ഞു. അവന്റെ കഴുത്തിലൂടെ അവളുടെ ആദരങ്ങളും നാവും പരതി നടക്കുമ്പോൾ അവന്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിലൂടെ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അവന്റെ താടിയെ കടിച്ചുകൊണ്ട് അവന്റെ അധരങ്ങളെ അവൾ അവളുടെ അധരങ്ങളുമായി ബന്ധിക്കുമ്പോൾ അവരുടെ പ്രണയം മറ്റൊരു തലത്തിലേക്ക് പോവുകയായിരുന്നു. അവന്റെ ചുണ്ടുകളെ അവൾ ആസ്വദിച്ചു നുണയുമ്പോൾ അവനെ അവൾക്കായി വിട്ടുകൊടുത്തിരുന്നു. അധരങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് അവന്റെ താടിയിലൂടെ, കഴുത്തിലൂടെ അവളുടെ നാവ് കൊണ്ട് തഴുകി രോമാവൃതമായ നെഞ്ചിൽ അവൾ അമർത്തി കടിച്ചുകൊണ്ട് നാവ് കൊണ്ട് ചുഴറ്റുമ്പോൾ അവന്റെ ഉള്ളിലെ ഉയർന്നു പൊങ്ങുന്ന വികാരങ്ങളെല്ലാം തീവ്രമായി തുടങ്ങി. അവന്റെ നെഞ്ചിൽ നിന്നും പാറുവിനെ ഇറക്കി കിടത്തിക്കൊണ്ട് അവളുടെ മേലേക്ക് അവൻ അമർന്നു. ചോര പൊടിഞ്ഞ ആദരങ്ങളെ വീണ്ടും നുണയുമ്പോൾ അവളുടെ കൈകൾ അവന്റെ പുറത്ത് പരതി നടന്നു. അവന്റെ കൈകൾ അവളുടെ അണിവയറിൽ പതിഞ്ഞപ്പോൾ ആദരങ്ങൾ കടന്ന് നാവുകൾ തമ്മിൽ മത്സരിച്ച് ചുംബിക്കുകയായിരുന്നു. തറയിൽ പരന്നു കിടക്കുന്ന 7 അഴകിനെ അവർ കണ്ടില്ലെന്ന് നടിക്കുമ്പോഴും അവരുടെ പ്രണയസാഫല്യത്തിന് മാറ്റേക്കാൻ മഴവില്ലഴകും അവരുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരുന്നു. അവളിലേക്ക് അലിയാൻ തടസ്സമായതിനെയെല്ലാം അവൻ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരിക്കൽ കൂടി ചെറുനോവോടെ അവന്റെ പ്രണയം അവളിലേക്ക് പകർന്നു നൽകി. അകലാൻ തയ്യാറാകാതെ ഇണചേരുന്ന നാഗങ്ങളെപ്പോലെ അവൻ അവളിലേക്കും അവൾ അവനിലേക്കും വീണ്ടും വീണ്ടും പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 4 മാസമാകുന്നു.
പാറുവിന്റെ കോളേജ് ജീവിതം അവസാനത്തോടടുക്കുന്നു. അശ്വതിക്ക് ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ഛർദി ഒഴിച്ച മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഏട്ടന്മാർ ഇപ്പോഴും അടുത്ത കൊച്ചിന് വേണ്ടിയുള്ള കഠിന ശ്രമത്തിലാണ്. ഏട്ടത്തിമാർ അടുപ്പിക്കാത്തതുകൊണ്ട് നീണ്ടു നീണ്ടു പോകുന്നു. അഭിയും അച്ചുവും പ്രണയിച്ച് അവസാനം വീട്ടുകാർ കൈയോടെ പൊക്കി. ഇപ്പൊ കല്യാണം കഴിഞ്ഞു ചക്കിക്കൊത്ത ചങ്കരൻ എന്ന പോലെ രണ്ടും പൊട്ടത്തരം പറഞ്ഞും ചെയ്ത് ലൈഫ് കളറാക്കുന്നു. ആദ്യം നിമ്മി ഇപ്പോഴും പ്രണയിക്കുന്നു. ഇടയ്ക്കിടെ അച്ചുവും പാറും ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പ് കൂടെ ചേരുമ്പോൾ അവരുടെ പ്രണയം മനോഹരമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ തന്നെ പോട്ടെ. ദീപുവിനെ പിന്നെ ആരും അന്വേഷിക്കുന്നില്ല. ഇതുവരെ ആരും അവനെ ജയിലിൽ പോയി കണ്ടിട്ടില്ല. ശിക്ഷ തീരാൻ ഇനിയും 2 മാസം കൂടി ഉണ്ടെന്ന് മാത്രം അവർ അറിഞ്ഞു. പാറു 2 പ്രാവശ്യം കഴുത്തിന് പിടിച്ചതുകൊണ്ട് ജീവ നന്നായ ലക്ഷണമാണ്. ഇപ്പൊ ശല്യമില്ല. നിലാവുള്ള രാത്രി ആകാശത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ നോക്കി ഒരു പുതപ്പിന്റെ കീഴിൽ ശിവയുടെ നെഞ്ചോടൊട്ടി ഇരിക്കുകയാണ് പാറു. ശിവ അവളെ കൈകൊണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവന്റെ ആദരങ്ങൾ ഇടയ്ക്കിടെ അവളുടെ നെറുകയിൽ പതിയുമ്പോൾ അവളുടെ ആദരങ്ങൾ അവന്റെ നഗ്നമായ നെഞ്ചിലും പതിയുന്നുണ്ട്. അവരെ നോക്കി ഒരു കുഞ്ഞു താരകം കൺചിമ്മി. വൈകാതെ ഞാൻ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് പറയും പോലെ. തണുത്ത കാറ്റ് അവരെ തഴുകിപ്പോയപ്പോൾ ശിവ പാറുവിനെയും കയ്യിലെടുത്തുകൊണ്ട് മുറിയിലേക്ക് നടന്നു. വീണ്ടും അവരുടെ നിശ്വാസങ്ങൾ ഉയർന്നു പൊങ്ങി. ആ നിമിഷം ആ കുഞ്ഞു താരകം ആകാശത്ത് നിന്നും മറഞ്ഞിരുന്നു. ഭൂമിയിലേക്ക് വരാൻ സമയമായി എന്ന് അറിയിക്കും പോലെ.